ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ എമർജൻസി സിറ്റുവേഷൻ്റെ സമയത്തും എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്തും ഒരു നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതേപോലെ തന്നെ ദുരന്ത അവസ്ഥയിൽ എന്താണ് മെഡിക്കൽ ഫീൽഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പേഷ്യൻറ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നതിനൊരു ക്ലിയർ കട്ട് ഐഡിയ നമുക്കുണ്ടാവണം. അതിന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ട്രയേജ് എന്ന്. ഇപ്പം എമർജൻസി സിറ്റുവേഷനിൽ ഒരുപാട് പേഷ്യൻസ് വരുന്നുണ്ട്. ഓരോ പേഷ്യൻസിനും ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണുള്ളത്. ചിലവർക്ക് കൈ ഒടിഞ്ഞതായിരിക്കാം, ചിലവർക്ക് നെഞ്ചുവേദനയായിരിക്കാം, ചിലവർക്ക് പല്ലുവേദന മാത്രമായിരിക്കും കാണുന്നത്. അങ്ങനെ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ അസുഖത്തിന് അനുസരിച്ചുള്ള ഒരു കണ്ടീഷൻ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രയാജ് എന്ന് വിളിക്കുന്നത്. നമ്മളൊരു മൾട്ടിനാഷണൽ ഒരു മൾട്ടി ഹോസ്പിറ്റൽ എല്ലാം കൂടിയുള്ള ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്കും കാഷ്വാലിറ്റിയിലൊക്കെ പെട്ടെന്ന് പേഷ്യൻറ്റിനെ കൊണ്ട് കയറ്റുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ നോക്കും പേഷ്യൻ്റ് എങ്ങനെയാണ്, എന്താണ് പേഷ്യൻ്റെ പ്രശ്നം, പോയ്സണിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമുക്കൊരു കാറ്റഗറി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു കാറ്റഗറിയിലോട്ട് പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്തൊക്കെയാണ് ഗോളെന്ന് പറയുന്നത്, പേഷ്യൻ്റ് അവരുടെ ക്ലിനിക്കൽ ഏർജൻസിയെ ബേസ് ചെയ്തത് പേഷ്യൻ്റ് എന്താണ് പ്രശ്നം, എത്ര പെട്ടെന്നാണ് ട്രീറ്റഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻ്റ് നല്ല നെഞ്ചുവേദനയായിട്ട് വരുന്നുണ്ട് ഓൺ ദ ലെഫ്റ്റ് സൈഡ്, അതേസമയം ഒരു പേഷ്യൻ്റ് പനിയായിട്ട് വരും. നമ്മൾ ഏത് പേഷ്യൻ്റാണ് കൂടുതൽ പെട്ടെന്ന് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ പേഷ്യൻറ്റിനെയും ഓരോ സ്ഥലത്തോട്ട് അസൈൻ ചെയ്യുന്നത് വഴി അവിടെ വെച്ച് പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റ് നടത്താനും നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. ദെൻ പേഷ്യൻറ്റിനെയും ഫാമിലി മെമ്പേഴ്സിനെയും പേഷ്യൻ്റ് ഇപ്പോഴെന്താണ് അവസ്ഥ എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ കൊടുക്കാനും നമുക്ക് സാധിക്കും. അടുത്തയാണ് കമ്പോണൻസ് ഓഫ് ഡിസാസ്റ്റർ ട്രയേജ്. ഇതിനകത്ത് വരുന്നതാണ് സോർട്ടിങ്, പ്രയോറിറ്റൈസിങ് ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സ്. ആദ്യം സോർട്ട് ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യും ആൻഡ് അലോക്കേറ്റിംഗ് റിസോഴ്സസ്. നമ്മുടെ ഒരു ട്രയേജിൻ്റെ ജനറൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, നമ്മുടെ എല്ലാ പേഷ്യൻസും പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണം. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പബ്ലിക് ആൻഡ് പേഷ്യൻ്റ് വിത്തിൻ അതായത് ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിനടുത്ത് ഒരു വലിയൊരു ബസ് ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാകുമ്പോഴത്തേക്കും അവർക്ക് പേഷ്യൻ്റ് കാഷ്വാലിറ്റി വരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അതിനനുസരിച്ചുള്ള ഒരു സജ്ജീകരണം നടത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ട്രയേജിന് വേണ്ടുന്ന ഒരുപാട് ഫിസിക്കലായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലൈക്ക് ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് ബോർഡായിരിക്കും, നമുക്ക് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനൊരു ഫ്ലാറ്റ് ബോർഡായിരിക്കും, കിടത്താനായിട്ടുള്ളൊരു ബോർഡായിരിക്കാം. അപ്പോൾ അതെല്ലാം ആ പെർട്ടിക്കുലർ ഹോസ്പിറ്റലിലുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തണം പെട്ടെന്ന്. ദെൻ നമുക്കൊരു ഹെൽത്ത് കെയർ സ്റ്റാഫിന് നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതായത് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പബ്ലിക് ഹെൽത്ത് സെൻറ്ററിലാണെങ്കിൽ ഞാനത് മെഡിക്കൽ കോളേജിലോട്ട് പേഷ്യൻറ്റിനെ ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതേപോലെ തന്നെ ഇവിടുത്തെ നഴ്സുമാരൊക്കെ നല്ല ട്രെയിൻഡ് ആയിരിക്കണം. അതാകും പെട്ടെന്ന് ഇവിടെ എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മളിപ്പം ബേണിനൊരു അസസ്മെൻറ്റ് എടുക്കണം. ബേൺ വെറുതെ നമ്മൾ തീയിൽ മാത്രം കൊണ്ടുവയ്ക്കുന്ന പൊള്ളലാണ് മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ മീൻസ് ഇപ്പം ആസിഡ് വീണ് പൊള്ളിയതായിരിക്കാം, കെമിക്കൽ വീണ് പൊള്ളിയതായിരിക്കാം, അതെല്ലാം ബേണിനകത്താണ് വരുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂല അതൊക്കെ. അപ്പം നമുക്കൊരു ക്ലിയർ കട്ട് നോളേജ് ഉണ്ടായിരിക്കണം. പിന്നെ അത് പ്രോപ്പറായിട്ട് സിസ്റ്റമിക്കലി ഇംപ്ലിമെൻറ്റും കൂടി ചെയ്യണം. പിന്നെ
നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഹോസ്പിറ്റലിൽ എവിടെയാണ് എമർജൻസി വാർഡ്, എവിടെയാണ് ബില്ല് അടയ്ക്കേണ്ടത്, എവിടെയാണ് OP എടുക്കേണ്ടത് എന്നതൊക്കെ, എങ്ങോട്ടാണ് പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് അത് അറിയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിനാണെങ്കിലും കൃത്യമായിട്ടുള്ള PPE സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. എക്സാമ്പിള്, അവിടെ ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്. ഡോക്ടറിന് 7.5 മാത്രമേ കയ്യിലിടാനായിട്ട് പറ്റത്തുള്ളൂ. സിസ്റ്ററിനാണെങ്കിൽ 6.5. നമ്മൾ ഒരു 6 മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് 2 പേർക്കും ഉപയോഗം ഇല്ലാതെ വരും. അത് റിസോഴ്സ് വേസ്റ്റേജ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ അതൊക്കെ. പിന്നെ ഹാൻഡ് ഹൈജീന് ചെയ്യാനുള്ളൊരു നല്ല ഏരിയ ഉണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ആൽക്കഹോൾ റബ്ബ് എപ്പോഴും ചെയ്യാൻ, സാനിറ്റൈസർ വെച്ച് വീണ്ടും കൈ കഴുകാനായിട്ടുള്ളൊരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാനും ഹാൻഡ് നന്നായിട്ട് കഴുകാനും ഒക്കെ ഉള്ള ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്യണം. അടുത്തയാണ് ട്രയേജ് കാറ്റഗറി. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. നല്ല ശമ്പളമൊക്കെ തരുന്ന വലിയൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, വലിയ ഹോസ്പിറ്റലാണേ. അപ്പം ഇവിടെ ഞാൻ കയറി ചെല്ലുമ്പോൾ കാഷ്വാലിറ്റിയിൽ പേഷ്യൻറ്റിനെ കൊണ്ടുവരിക. പേഷ്യൻറ്റിനെ നോക്കിയ സമയത്ത് പല ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്. ഒരു പേഷ്യൻറ്റിന് ചെറിയൊരു മൈൽഡായിട്ടുള്ള ഫ്രാക്ചറായിട്ട് വന്നു. ഞാൻ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം? എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കളർ കോഡ് അറിയാമെങ്കിൽ എനിക്ക് പേഷ്യൻറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ അടിച്ചിറക്കും. അപ്പോൾ ആദ്യത്തെയാണ് റെഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത്. ഇപ്പം തന്നെ കാർഡിയക് അറസ്റ്റ് വരുന്ന പേഷ്യൻറ്റിന്, റെസ്പിറേറ്ററി അറസ്റ്റ് വരുന്ന പേഷ്യൻറ്റിന് അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുത്തേ തീരൂ എന്നുള്ള എല്ലാ പേഷ്യൻസിനെയും നമ്മൾ റെഡിലാണ്. റെഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് അവരെ അവിടെ കിടത്തുന്നത്. അവിടെ ബെഡ് 2, 3 അതിലധികമോ ബെഡുകൾ കാണാം. പിന്നെ സ്ട്രോക്ക് ഒക്കെ വരൂലേ, അവരെ നമുക്കിവിടെയാണ് ഇടുന്നത്. അടുത്തത് യെല്ലോ വരുന്ന സമയത്ത്, അതായത് പേഷ്യൻറ്റിന് ഇഞ്ചുറി ഉണ്ട്, പക്ഷേ റെഡിനെ പോലെ അത്രയും സിവിയർ അല്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് വേണം, ഏർജൻ്റ് പക്ഷേ ഇപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. അവിടെയും വലിയ ഫ്രാക്ചർ ഒരു ബുദ്ധിമുട്ട് ഒന്നുണ്ട്. പിന്നെ പേഷ്യൻറ്റ് സ്റ്റേബിളാണ്, പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നല്ല ശ്വാസമുട്ടലുള്ള പേഷ്യൻറ്റിന് ഒക്കെ നമ്മൾ മഞ്ഞയ്ക്കകത്ത് കിടത്താറുണ്ട്. അടുത്താണ് ഗ്രീൻ എന്ന് വെച്ചാൽ ഡിലേഡ്, പതുക്കെ ട്രീറ്റ്മെൻറ്റ് മതി എന്നുള്ളവർക്ക്. ഇപ്പം മൈനറായിട്ടുള്ള ഇഞ്ചുറി, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, മൈനറായിട്ടുള്ള ഇഞ്ചുറിയുള്ള പേഷ്യൻ്റ് നമ്മൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? ഗ്രീനിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ മതി. അതായത് പേഷ്യൻറ്റിന് അപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല. ഇപ്പോൾ തന്നെ സ്നേക്ക് ബൈറ്റുള്ള പേഷ്യൻറ്റിനെ കൊണ്ട് പച്ചക്കകത്ത് കിടത്തരുത്. കാരണം സ്നേക്ക് ബൈറ്റിനൊക്കെ നമ്മൾ ആൻറ്റിവെനം കൊടുക്കണം. അപ്പോൾ പതുക്കെ മതി എന്ന് വയ്ക്കാതെ പെട്ടെന്ന് ആൻറ്റിവെനം തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ പേഷ്യൻ്റ് ആ ഒരു ലൈഫ് അൺസർട്ടൺ ആണ്. ദെൻ അടുത്തത്, ഈ ഒരു സമയത്ത് പേഷ്യൻ്റ് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള വോമിറ്റിംഗ് ഉള്ളവർ, നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉള്ളവരെയൊക്കെ നമ്മൾ ഗ്രീനിലാണ് കിടത്തുന്നത്. അടുത്തത് ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ അവിടെ ഉള്ള ഫെസിലിറ്റീസിനെ കാട്ടും ബിയോണ്ട് ആയിട്ടുള്ളൊരു ഫെസിലിറ്റി ആവശ്യമുള്ള ഒരു ക്ലയൻറ്റ്. മേ ബി ഇപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു താലൂക്ക് ഹോസ്പിറ്റലിലാണ്. എനിക്ക് പേഷ്യൻറ്റിനെ മെഡിക്കൽ കോളേജിലോട്ട്, താലൂക്ക് ഹോസ്പിറ്റലിൽ നമുക്കറിയാവുന്ന പോലെ അത്രയും ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പം പേഷ്യൻ്റ് എന്ത് ചെയ്യണം? മെഡിക്കൽ കോളേജിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പം അവിടെ ഫെസിലിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തായാലും റെഡി കിടത്തിയാലും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, മഞ്ഞയ്ക്കകത്ത് കിടത്തിയാലും വെയിറ്റ് ചെയ്ത് അത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ബ്ലൂയിലാണ് കിടത്തുന്നത്. ഓക്കെ, അടുത്തതാണ് ബ്ലാക്ക് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഡെത്താണ്. അതായത് നമ്മുടെ ബ്രെയിൻ ഡെത്തിൻ്റെയും ഒരു സർക്കുലേറ്ററി ഡെത്തിൻ്റെയൊക്കെ ഒരു ഇടയ്ക്കത്തെ സ്റ്റേജ്.
ക്ലിനിക്കലി അല്ലെങ്കിൽ ഒരു നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഡെത്താണ്. പക്ഷേ നമ്മുടെ ലൈഫ് സപ്പോർട്ടിങ് ഏജൻസ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ വെന്റിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും എന്ന ഒരു സ്റ്റേജിലുള്ള പേഷ്യൻസിനെ നമ്മൾ ഇവിടെയാണ് കിടത്തുന്നത്. അതൊക്കെ നല്ല ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ക്ലയൻസ് ആണ്. ഓക്കെ.